പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരുപക്ഷെ ഈ തിളങ്ങുന്ന വസ്തു എന്താണെന്ന് നമ്മളിൽ കാണുന്ന ഭൂരിപക്ഷം ആളുകൾക്കും ഒരുപക്ഷെ അറിവുള്ളതാകാം. ഇത് തിളങ്ങുന്ന നിറത്തിൽ കക്കയാണ്. കക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറച്ചിക്കായി ഉപയോഗിക്കുന്ന കക്ക. കക്ക ഇറച്ചി അല്ലെങ്കിൽ കക്ക എങ്ങനെയാണ് വെള്ളത്തിൽ നിന്ന് ശേഖരിക്കുന്നത് എന്നതാണ് നാം ഇപ്പോൾ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽപ്പെട്ട കാരമുട്ടം എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇത് പമ്പയുടെ ഒരു കൈവഴിയാണ്. ഇവിടെ ആറ്റിൽ വളരെയധികം ആളുകൾ വിവിധ വള്ളങ്ങളിലായി വെള്ളത്തിൽ മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ച വളരെ കൗതുകം നിറഞ്ഞതായതുകൊണ്ട് ഞാനിതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതിനടുത്തേക്ക് വന്നത്. എനിക്ക് പലപ്പോഴും ഇത് കണ്ടു പരിചയമുള്ളത് കൊണ്ട് ഇത് കക്ക വാരുന്നതാണെന്ന് എനിക്കറിയാം. ഏതായാലും ഞാനൊരു വള്ളത്തിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ വള്ളത്തിൽ കക്ക വാരുന്ന ഒരു ചേട്ടൻ നിപ്പുണ്ട്. തൊട്ടപ്പുറത്താണ് നിൽക്കുന്നത്. ചേട്ടന്റെ പേരെന്താണ്? റോളി. ചേട്ടന്റെ വീട് എവിടാണ്? ചെക്കിടിക്കാട്. ചേട്ടൻ ഇപ്പൊ എത്ര വർഷമായി ഈ പരിപാടി ചെയ്യാൻ തുടങ്ങിയിട്ട്? 9 വർഷമായി. ഇപ്പം മുങ്ങുന്ന സ്ഥലത്ത് ഏകദേശം എന്തും വേണ്ടി വെള്ളമുണ്ട്? 4 മീറ്ററോളം വെള്ളമുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വളരെയധികം താഴ്ചയിൽ നിന്നാണ് കക്ക ശേഖരിക്കുന്നത്. അപ്പൊ ഈ കക്ക എന്ന് നിങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഇവിടെ മാത്രമാണ് നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്നത്? കുട്ടനാടിന്റെ പല സ്ഥലങ്ങളിൽ നിങ്ങൾ പോകാറുണ്ട്. അപ്പൊ ഈ പ്രദേശത്തേക്ക് വരാൻ കാര്യം ഇവിടെ കൂടുതലായി കക്ക ഉള്ളത് കൊണ്ടാണോ? അപ്പൊ ഈ പ്രദേശത്ത് മാത്രമാണ് ഇപ്പം കൂടുതലായിട്ടുള്ളത്. ഈ കക്ക മറ്റ് വാരുന്ന സ്ഥലങ്ങളിൽ കക്ക കുറയാൻ കാര്യം എന്താ? ഉപ്പുവെള്ളം വന്നു കഴിഞ്ഞാൽ കക്ക നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അങ്ങനെ പോകുന്ന സ്ഥലത്ത് പിന്നെ കക്ക ഉണ്ടാകത്തില്ലേ? കുറെ ദിവസങ്ങൾ അല്ലെങ്കിൽ കുറെ കാലങ്ങൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ പിന്നെയും അവിടെ കക്ക വരത്തുള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 1 കിലോ കക്ക ഇറച്ചി വേണമെങ്കിൽ, ഇതുപോലെയുള്ള കക്കയാണെങ്കിൽ എന്തും വേണ്ടി കക്ക വേണം? എത്ര എണ്ണം വേണ്ടി വരും? ഏകദേശം 700 എണ്ണത്തിൽ നിന്നാണ് 1 കിലോ കക്ക ഇറച്ചി കിട്ടുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളൊരു കാര്യം ഓർക്കണം. നമ്മള് കിലോയ്ക്ക് 200 രൂപ 250 രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും വളരെ അതിശയത്തോടുകൂടി ഓർക്കും. പക്ഷേ 4 മീറ്റർ 5 മീറ്റർ താഴ്ചയിൽ നിന്ന് ഏകദേശം 700ഓളം കക്ക അവര് കളക്ട് ചെയ്തിട്ട് അത് പുഴുങ്ങി എടുത്ത് കഴിയുമ്പോൾ മാത്രമാണ് 1 കിലോ ഇറച്ചി കിട്ടുക. എന്ന് വെച്ചാൽ അത്യന്തം സാഹസികമായ ശാരീരിക അധ്വാനം ആവശ്യമുള്ളൊരു കാര്യമാണ്. വെള്ളത്തിൽ മുങ്ങി എത്ര സമയം വരെ ചേട്ടൻ ഇങ്ങനെ കിടക്കും? 1 മിനിറ്റ് 1.25 മിനിറ്റ് വരെ കിടക്കും. വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞ് സാധാരണഗതിയിൽ ഇപ്പം ഈ സ്ഥലത്തൊക്കെ മുങ്ങിക്കഴിഞ്ഞാൽ കക്കയൊക്കെ എത്ര കക്കയൊക്കെ കിട്ടാറുണ്ട് പരമാവധി? 15 കക്കായോളം വെള്ളത്തിനടിയിൽ 1.5 മിനിറ്റ് സമയം മുങ്ങിക്കിടന്നിട്ടാണ് കക്കായും കൊണ്ടൊക്കെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ താഴെ ചെന്നിട്ട് എങ്ങനെയാണ് ഈ കക്ക ശേഖരിക്കുന്നത്? എങ്ങനെയാ? കൈകൊണ്ട് വാരുക. വേറെ തരത്തിലുള്ള ഉപകരണങ്ങളൊന്നും കയ്യിലൊന്നുമില്ല. അപ്പൊ അവിടെ താഴെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കൈക്കും ഇത്തരത്തിലുള്ള മുറിവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ? കുപ്പിച്ചില്ലൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടാവും. അത് ശരി. ഇപ്പൊ നിങ്ങൾ വാരുന്ന അതിന്റെ താഴെ ചെളിയാണോ മണ്ണാണോ? എന്താണ്? മണ്ണാണ്. അപ്പൊ ഈ കക്ക വാരുക എന്ന് പറയുന്നതിന്റെ വളരെ ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ സാഹസികതയും അല്ലെങ്കിൽ അതിന്റെ ഗൗരവവും കഠിനാധ്വാനവും ഒക്കെ നമുക്ക് മനസ്സിലായി. നമ്മുടെ ഊൺമേശയില് രുചികരമായിട്ടുള്ള കക്ക വിഭവങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ ആളുകളുടെ ഒന്നും അധ്വാനം മനസ്സിലാക്കത്തില്ല. ചേട്ടൻ വീണ്ടും മുങ്ങിയിരിക്കുകയാണ്. നമുക്ക് ചേട്ടൻ മുങ്ങിയിട്ട് പൊങ്ങുന്നത് വീണ്ടും കക്കായുമായിട്ടാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഏതായാലും ഇതുപോലെയുള്ള മനുഷ്യർ ജീവിക്കാൻ വേണ്ടി പെടുന്ന പാടുകൾ ഒരുപക്ഷെ നമുക്ക് വയറിന് രുചി നൽകുമെങ്കിലും അവരുടെ കഷ്ടപ്പാട് വലിയ കഷ്ടപ്പാട് തന്നെ. മുങ്ങിയിട്ട് അല്പ സമയമായി. സാധാരണ മനുഷ്യർ ഇതുപോലെയൊക്കെ മുങ്ങിയാൽ പിന്നെ മുങ്ങാൻ ആള് കാണില്ല. ചേട്ടൻ താണ്ട മുങ്ങിയിട്ട് ആഘോഷമായിട്ട് കാണ്ട ഇങ്ങനെ ഓരോ മുങ്ങിലും 8ഉം 10ഉം കക്കായുമായിട്ട് മുങ്ങിപ്പൊങ്ങി ഏകദേശം എത്ര മണിക്കൂറുകളാണ് വെള്ളത്തിനടിയിൽ കിടന്ന് കക്ക ശേഖരിച്ച് കരയിലേക്ക് കൊണ്ടുവരുന്നത്? എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 4-5 മണിക്കൂർ സമയമെങ്കിലും അവര് ഇത്തരത്തിൽ കക്ക ശേഖരിക്കുന്നതിനായിട്ട് ഈ ആറുകളിലും തോടുകളിലുമൊക്കെ അവർ വളരെയധികമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മളിത് പറയുമ്പോഴത്തേക്ക് നല്ല വാഹയുടെ പാർപ്പൊക്കെ അവിടെ കിടന്ന് തിളയ്ക്കുന്ന കാണാം. ചേട്ടാ, എത്ര സമയം സാധാരണഗതിയിൽ ഇങ്ങനെ നിങ്ങൾ വെള്ളത്തിൽ കക്ക എടുക്കാൻ വേണ്ടി ഒരു ദിവസം കഷ്ടപ്പെടുന്നുണ്ട്? 4 മണിക്കൂർ 4.25 മണിക്കൂർ 4 മണിക്കൂർ 4.25 മണിക്കൂർ 5 മണിക്കൂർ സമയമാണ് അവർ കഷ്ടപ്പെടുന്നത്. ഏതായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്, പ്രത്യേകിച്ച് റോളി എന്ന് പറയുന്ന ഈ ചേട്ടൻ ചെക്കിടിക്കാട് നിന്നാണ് വന്നിരിക്കുന്നത്. ഈ ചേട്ടന്റെ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയാകട്ടെ, ചേട്ടന്റെ കുടുംബവും ചേട്ടന്റെ എല്ലാ കാര്യങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് വളരെ ഹൃദ്യമായിട്ടുള്ള ആശംസകൾ നേരുകയാണ്. അടുത്ത നന്മയുള്ള
നാടിൻ്റെ നന്മയുള്ള തനത് കാഴ്ചയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു വാഹ പാർപ്പുമായിട്ട് നിൽക്കുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു വാഹ പാർപ്പുമായിട്ട്, ഒരു വാഹയല്ല, 2 വാഹയുണ്ട്. 2 വാഹകൾ പാർപ്പുമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയും ഇപ്പം കാണാനായിട്ട് പറ്റി. ഏതാണെങ്കിലും വളരെ സന്തോഷമുള്ള ഒരു കാഴ്ചയാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ കാഴ്ചയും കൂടെ കൂട്ടത്തിൽ കാണാനായിട്ട് നമുക്ക് ഇടവന്നത്.